ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ജേണി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഇത് ഉമ്മാൻ്റെ കൂടെയുള്ള ഒരു കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിൽ കുറച്ച് പണി നടക്കുകയാണ്. സോ അത് എന്തെങ്കിലും കേട്ടാൽ ക്ഷമിക്കണേ, ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. ഉമ്മാനെയും നിഹാനെയും കൂടിയിട്ട് അത്ത വന്ന് ഫസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി എത്തിയത് ബസ് കിട്ടി. പിന്നെ നെഹിയും ഉമ്മയും കൂടിയിട്ട് ഒരു സീറ്റിൽ കയറി, ഞാനൊരു സീറ്റിൽ കയറി. നെഹാക്ക് ഈ ബസ്സിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ അടുത്ത് കോയമ്പത്തൂരിലിരിക്കുമ്പോഴും പറയും, അമ്മച്ചി നമുക്ക് ബസ്സിൽ കുവൈറ്റിൽ പോവാ, താച്ചുവിൻ്റെ വീട്ടിൽ പോവാ. എൻ്റെ ഉമ്മാനെ അവൾ താച്ചു എന്ന് വിളിക്കാം. അപ്പോൾ താച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളാണ് നേഹ. പിന്നെ ഞാനും ബസ്സിൽ കയറിയിട്ട് കുറേയായി, ഈ സൈഡ് സീറ്റൊക്കെ കിട്ടിയിട്ട് കുറേയായി. അപ്പോൾ ഈ സൈഡ് സീറ്റിൽ ഫുൾ കാറ്റും കൊണ്ട് പോവാൻ എന്ത് രസമല്ലേ. നിങ്ങളും സൈഡ് സീറ്റ് പേഴ്സൺ ആണോ? അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഉമ്മാൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ ഐ ഫൗണ്ടേഷനിലേക്കാണ് പോയത്. എൻ്റെ ഉമ്മാക്കില്ലേ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് ഭയങ്കര മടിയാണ്. സൂചി പേടിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര മടിയാണ് പോവാൻ. പക്ഷെ നമ്മളെയൊക്കെ കൊണ്ടുപോകും. ഉമ്മ പോവില്ല. ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറവായിട്ട് കുറേ ദിവസമായി. ഫസ്റ്റ് ഒരിക്കൽ പോയിട്ട് കണ്ണാടി ഇട്ടതാണ്, പിന്നെ കണ്ണാടി ഇടാണ്ടായി. പിന്നെ ഇപ്പോൾ പോയി നോക്കിയപ്പോൾ 1/2 പോയിൻ്റ് കാഴ്ച കുറവ്. അപ്പോഴും പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ, പോയില്ല. ഇപ്പോൾ വലിച്ചു പിടിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേഹാക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ടൊരു ഐസ്ക്രീം പാർലറിലേക്ക് കൊണ്ടുപോയി. ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ രണ്ടുപേരും ഓരോരോ ഐസ്ക്രീം കഴിച്ചിട്ട് പറയണത് എന്നെ എടുക്കണ്ട, എന്നെ വിട് എന്നാണ്. പിന്നെ നമ്മൾ 3 പേരും കൂടി ഐസ്ക്രീം കഴിച്ചിട്ട് ഫസ്റ്റ് പോയത് മഹാരാജയിലോട്ടാണ് കേട്ടോ, അമ്മക്ക് സാരി എടുക്കാൻ. ആദ്യം നമ്മൾ അവിടുത്തെ കിഡ്സ് സെക്ഷനിലേക്ക് പോയത് കേട്ടോ. അവിടെ പോയിട്ട് എനിക്കൊന്നും ഇഷ്ടമായില്ല. അവിടുത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇഷ്ടമായില്ല, എനിക്കും ഇഷ്ടമായില്ല, അമ്മക്കും ഇഷ്ടമായില്ല. അപ്പോൾ എന്താ നമ്മൾ മേലെ സാരീൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയി ഇപ്പോഴത്തെ മോഡൽ സാരി ആയിട്ടില്ലേ, ഈ സ്പേസ് സിൽക്കിൻ്റെ ഈ ഡബിൾ കളറായിട്ടുള്ളത്, ഇത് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഉമ്മാക്കത് ഇഷ്ടമായി. അപ്പോൾ ഉമ്മാക്ക് നമ്മൾ ആ സാരി ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഈ നെയിലടിക്കണ്ടോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മേലെ ഉടുത്ത് ടെസ്റ്റ് ചെയ്യാണ്. കൈ വെച്ച് നോക്കണണ്ട നെയിലടിക്കണ്ടോ എന്ന്. ഉമ്മാൻ്റെ സാരിയാണെങ്കിൽ എന്താ, അതിനി എനിക്ക് കൊടുക്കാമല്ലോ, അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. ഇവിടുത്തെ ഈ മഹാരാജാൻ്റെ സ്ഥലത്ത് നിന്ന് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നേരെ ബില്ല് ചെയ്തിട്ട് നമ്മൾ ജാക്കറ്റ് പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ജാക്കറ്റ് പീസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ലൈനിങ്ങിൻ്റെ തുണിയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ പുതിയ മിലനിലേക്ക് പോയി. പുതിയ മിലൻ എന്ന് പറയുമ്പോൾ പുതിയ മിലനല്ല, അത് വന്നിട്ട് അവരുടെ തന്നെ 2ാമത്തെ ഷോപ്പാണ് തോന്നുന്നു. അതിന് എല്ലാവരും പുതിയ മിലൻ എന്ന് പറഞ്ഞ് അതിനങ്ങനെ തന്നെ പേരായി. പിന്നെ നമ്മൾ പുതിയ മിലനിൽ കയറിയതും നേഹാക്കും ഉമ്മാക്ക് കണ്ടിട്ട് ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി, ഒരു ഡോള് പോലത്തെ ഡ്രസ്സ്. അതവിടെ കരയണ എന്താ വെച്ചാൽ ആൾക്ക് ഐസി വേണം. അത് വാങ്ങിച്ചു കൊടുത്തില്ല. രാവിലെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു, പിന്നെ വാങ്ങിച്ചു കൊടുത്തില്ല. ആ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് ആ ഡ്രസ്സിലിട്ട് കാണിക്കുന്നത്. ഞാൻ ഡ്രസ്സ് ഇടൂല, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഡ്രസ്സൊക്കെ തന്നെ ഫൈനൽ ചെയ്തത് ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങണതല്ലേ. പിന്നെ നമ്മൾ അവിടെ അതൊക്കെ ബില്ല് ചെയ്തിട്ട് നേരെ നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ചായിട്ടുള്ള ഹിജാബൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു, നെയ്ഹക്കും നല്ല വിശപ്പായി. പിന്നെ ഞാനും നെയ്ഹവും ഫ്രൈഡ് റൈസ് കഴിച്ചു, ഉമ്മ ഒരു നെയ് റോസ്റ്റും കഴിച്ചിട്ട് ഐസ്ക്രീമൊക്കെ ഞാനും നെയ്ഹവും വാങ്ങിച്ചിട്ട് നേരെ ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോയി, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. Hello guys. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ആ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെ മനസ്സിലായല്ലോ.
അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി ബസ് കയറി, പിന്നെ കൊടുവായിലെത്തി, പിന്നെ ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക്. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാലത്ത് 11 മണിക്ക് ഇറങ്ങിയിട്ട് വീട് പോയി എത്തിയത് 4 മണിക്കാണ്. 4 മണിക്കും അല്ല, 6 മണിക്ക്, 6 മണിയായി നമ്മൾ വീടെത്തുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. നേഹ ബസ്സിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറക്കത്തോട് കൊണ്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടിട്ടു. പിന്നെ വേറൊന്നുമില്ല, അത്ര തന്നെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. Bye guys. Love you. Love you. Like, share, subscribe. Subscribe. Bye bye. Bye bye. Love you. Love you. Remote.